2013 ശരിക്കും പറഞ്ഞാൽ ഞാൻ സെക്കൻഡ് ടൈം ടെക്നോ പാർക്കിലേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങളൊരു 4 ടെക്കി ഫ്രണ്ട്സ് പല പല പ്രൊജക്ട്സിൽ, പക്ഷേ സെയിം കമ്പനി തന്നെ ഞങ്ങൾ. അങ്ങനെ ഞങ്ങൾ 4 പേരും ടെസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ ആ ഒരു 2013, 14, 15 ആ ഒരു സമയത്തൊക്കെയാണ് നമ്മൾ ടെക്നോ പാർക്കിലായാലും മാക്സിമം കമ്പനീസ് ഒരു നമ്പർ ഓഫ് ഹയേഴ്സ് കൂടുതലുള്ള സമയമായിരുന്നു. അതായത് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട്. അതായത് അപ് ടു ഒരു 2 to 6 ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒത്തിരി പേരെ ഹയർ ചെയ്യുന്നൊരു ടൈമായിരുന്നു ആ ഒരു സമയം. അപ്പോൾ ആ ഒരു സമയത്ത് ഇപ്പോൾ ഞങ്ങളെല്ലാം ടെസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി പേരെ ഹയറിങ്ങിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാനും അതുപോലെ ഇൻ്റർവ്യൂസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും അങ്ങനെയൊക്കെ ഒത്തിരി ടൈം ഞങ്ങൾ സ്പെൻഡ് ചെയ്യുമായിരുന്നു. ഒബ്വിയസ്ലി നമ്മളുടെ കമ്പനീസിലേക്ക് ഇൻടേക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ നമ്മൾ സപ്പോർട്ടിങ് ആയിട്ട് വന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഇൻ്റർവ്യൂവിന് ഹെൽപ്പ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒത്തിരി പേർക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു യൂസ് കേസ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ആ ഒരു യൂസ് കേസിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ടെസ്റ്റിങ്ങിന് ഒരു കമ്മ്യൂണിറ്റി വേണം. അതായത് ഹെൽപ്പ് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്, എന്നാൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഈ 2 പേരും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി വേണം എന്നുള്ളൊരു നീഡ് ആ ഒരു സമയത്താണ് ഞങ്ങൾക്ക് പലർക്കും ഇങ്ങനെ തോന്നിയത്.